വെൽക്കം ബാക്ക് മമ്മൂക്ക. കേരളവും മലയാളിയും കാത്തിരുന്ന ആ വാർത്ത എത്തി. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി തിരിച്ചെത്തിയിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ അത്രയധികമുണ്ട്. മലയാളികൾ അത്രയധികം സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ 74ാം പിറന്നാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളികൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഏതു തരത്തിൽ ഇപ്പോൾ ഓർക്കാം? ഞാൻ പണ്ട് മദുരാശിയിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ ഈ MGR അസുഖമാണ്. ജനങ്ങൾ വാവിട്ട് കരയുന്നു, നെഞ്ചത്തലച്ച് കരയുന്നു. അല്ലെങ്കിൽ ജയലളിതയ്ക്ക് വരെ അസുഖമാണ്, രജനീകാന്തിന് അസുഖമാണെന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ജനങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ ഇത്ര ഭ്രാന്തന്മാരാണോ എന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ ഉള്ളിലൊരു നീറ്റലുണ്ടായി, ഒരു വേദനയുണ്ടായി. അപ്പോൾ സാധാരണ പ്രേക്ഷകരുടെ കാര്യം പറയേണ്ടതില്ല, ഫാൻസിൻ്റെ അല്ല ഞാൻ പറയുന്നത്. അതെന്താ വെച്ചാൽ മമ്മൂട്ടി എന്ന മനുഷ്യൻ മലയാളികളുമായി അത്രയധികം ഇഴയെടുപ്പം സ്ഥാപിച്ചിരിക്കുന്നു സിനിമയിലൂടെ. ഇനി സിനിമ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തികളുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഒരുപാട് ചാരിറ്റി, അത് മറ്റുള്ളവരറിയാതെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ സിനിമയിലൂടെ മലയാളി മനസ്സിലേക്ക് എത്തി, സിനിമ കാണാത്ത മനുഷ്യരുടെയും ഉള്ളിൽ ഒരു വികാരമായി വളർന്നു കയറിയ മമ്മൂട്ടി. ആ മനുഷ്യനൊരു അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഒരു വേദനയുണ്ടാകും. പ്രത്യേകിച്ചും മമ്മൂട്ടിയെപ്പോലെ ആരോഗ്യത്തിൽ ഇത്രയും സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ഡയറ്റ് വളരെയധികം കീപ്പ് ചെയ്യുന്ന, എക്സസൈസ് ചെയ്യുന്ന, പ്രായം ബാധിക്കാത്ത ശരീരം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തിക്ക് ഉദരസംബന്ധമായ ക്യാൻസർ തന്നെ അത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലും വേദനയും കൂടെയാണ്. എന്തായാലും അവിടുന്ന് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തിരിച്ചു വരുന്നു, സിനിമയിലേക്ക് തിരിച്ചു വരുന്നു, മലയാളികളുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, സിനിമയ്ക്കായി അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ, ഇപ്പോഴത്തെ തലമുറ പോലെയുള്ള സിനിമാടന്മാരെ പോലെ അല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ബാബു എന്ന് പറയുന്ന അദ്ദേഹം ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു ദീർഘകാലം കൊല്ലം കൊട്ടിയത്ത്. അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അദ്ദേഹം പറയുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സിനിമയോടുള്ള അഭിനിവേശം ഭയങ്കരമായിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണാടിക്ക് മുന്നിൽ അഭിനയിക്കുക, ഈ സിനിമ കൊട്ടകകളിൽ അക്കാലത്ത് കാറിൽ അല്ലെങ്കിൽ ജീപ്പിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും, അടുത്ത ആഴ്ച മുതൽ ഈ സിനിമ. അങ്ങനെ അനൗൺസ്മെൻറ്റിന് പോലും ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് പോകുന്നു, എല്ലാ സിനിമകളും പോയി കാണുന്നു. അതോടൊപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയോട് അത്രയധികം അഭിനിവേശമുള്ള, ഇപ്പോൾ നമ്മൾ മോഹൻലാലിനെയൊക്കെ എടുത്താൽ അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇൻ ബർത്തിലൊരു അഭിനേതാവ് പോലുമല്ല. അദ്ദേഹം കണ്ണാടിക്ക് മുന്നിൽ അഭിനയിക്കുന്നു, അഭിനയിച്ച് പഠിക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു. അങ്ങനെ സിനിമയോട് ഇപ്പോഴും ഈ 74ാം വയസ്സിൽ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള ആ കൊതി അതേ നിലയിൽ തന്നെ നിലനിൽക്കുകയാണ്. മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതെ, ഞാനൊരു വലിയ നടനല്ല, ജന്മം കൊണ്ട് നടനാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിരന്തരമായ നിതാന്ത പരിശ്രമമായിരുന്നു അദ്ദേഹത്തെ വലിയ സിനിമാ നടനായി എത്തിച്ചത്, മെഗാസ്റ്റാറായി എത്തിച്ചത്. ആദ്യകാല സിനിമകൾ കാണുമ്പോൾ അറിയാം, അഭിനയത്തിൽ ഒരുപാട് പരിമിതികളുണ്ടായി. ആ പരിമിതികളെ നല്ല രൂപസാദൃശ്യമുണ്ടായി, സൗരഭ്യം ഉണ്ടായിരുന്നു. രൂപസൗരഭ്യമൊന്നുമല്ല, ആ വാക്ക് തെറ്റാണ്, രൂപസൗകുമാര്യം ഉണ്ടായിരുന്നു. ആ രൂപസൗകുമാര്യം ഉണ്ടായിരുന്ന മനുഷ്യൻ അഭിനയത്തിൽ ഇത്തിരി വീക്കായിരുന്നു. പക്ഷേ പിന്നീട് മമ്മൂട്ടി ആദ്യകാലത്ത് കാര്യമാണ്, ഞാൻ കണ്ണാടിയിൽ നോക്കി നിരന്തരമായി അഭിനയിക്കുമായിരുന്നു എന്ന് പറഞ്ഞ മമ്മൂട്ടി എനിക്കറിയാം. അപ്പോൾ അതെന്താ വെച്ചാൽ, ഞാൻ ഇപ്പോഴും വരുന്ന പുതിയ തലമുറയിൽ വരുന്ന ഈ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് വരുന്നവരോടോ അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് പുതിയതായി വരുന്നവരോടോ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കണ്ണാടിയിൽ നോക്കി അഭിനയിക്കണം. മറ്റ് സിനിമകൾ കണ്ടിട്ട് അതിലെ കഥാപാത്രങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യണം. അത് സിനിമയിലേക്ക് ആവിഷ്കരിക്കാൻ വേണ്ടിയല്ല, എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ പിന്നെ മൊബൈൽ ക്യാമറയിലെങ്കിലും നിങ്ങൾക്ക് റീൽസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, പണ്ട് കാലത്ത് അതുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പരിശ്രമിച്ച് മുൻനിരയിലേക്ക് വന്ന നടനാണ് മമ്മൂട്ടി. ഞാനിപ്പോൾ പേര് പറയുന്നില്ല. മോഹൻലാലിനോടൊപ്പം അല്ലെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ അതിഗംഭീരമായി അഭിനയിക്കുന്ന ഒരു നടൻ മലയാള സിനിമയിൽ ഉദയം ചെയ്തു. മോഹൻലാലിന് വരെ ഒരു വെല്ലുവിളി ഉയർത്താൻ പോകുന്ന നടനാണ് എന്ന് കരുതിയിരുന്ന നടൻ. അസാമാന്യ ടൈമിങ്, നന്നായി ഹ്യൂമർ ചെയ്യും, നന്നായി അഭിനയിക്കും. പക്ഷേ ആ വ്യക്തിയുടെ ഒരു ഉഴപ്പ് കൊണ്ടോ
അല്ലെങ്കിൽ വഴിവിട്ട സുഹൃത്ത് ബന്ധങ്ങൾ കൊണ്ടുമൊക്കെ അദ്ദേഹം സിനിമയിൽ അങ്ങ് താഴേക്ക് പോയി. ഒടുവിൽ ഈ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് വരെ അഭിനയിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു വിഷയത്തോടുള്ള, അത് സിനിമാ നടനായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി അഭിനയമല്ല എഴുത്തായിക്കോട്ടെ, നമുക്കുള്ളിൽ ഒരു തിരി കെടാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതിനോടുള്ള ഒരു ആഭിമുഖ്യം അത് കെടാതെ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ രംഗത്ത് ഉന്നതനാകാൻ പറ്റും. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റ് സെലക്ഷൻ, ഒരുപാട് പേര് കഥ പറയാൻ വരും. ആ കഥ കേട്ടിട്ട് ഇന്ന കഥ കൊള്ളാം. ഒരുപാട് പുതിയ സംവിധായകരെ, പുതിയവർക്ക് അവസരം കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർ. എനിക്ക് ആദ്യ സിനിമ ഓഫർ ചെയ്തതാണ് മമ്മൂട്ടി. അതായത് ഞാൻ സിബി മലയിലിൻ്റെ അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ ആദ്യ സിനിമ താൻ ചെയ്യണമെന്ന് പറയും. പക്ഷേ ഞാൻ ആ വാക്ക് ലംഘിച്ചുകൊണ്ട് പോയി ആദ്യ സിനിമ വേറെ ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞിട്ട് 4 പ്രാവശ്യം ഡേറ്റ് തന്നിട്ട് അത് നടക്കാതെ പോയി. തനിയാവർത്തനത്തിന് അന്ന് അല്ല, തനിയാവർത്തനത്തിന് ഞാൻ അസോസിയേറ്റ്. അതിനുശേഷം പരമ്പര എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ നടത്തുകയും മമ്മൂട്ടിയായിട്ട് ചില എന്താണ് പറയുക, സ്നേഹത്തിലുള്ള വഴക്ക്, അതായത് ഈ സിനിമ ഓടാൻ സാധ്യത കുറവാണെന്ന് ഞാൻ പറയുകയും മമ്മൂട്ടി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്ത കാര്യം. അപ്പം അങ്ങനെ നമ്മളൊരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ലോഹിദാസിനോട് ഇയാൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതണം പറഞ്ഞു. ലോഹിദാസ് തിരക്കുള്ള സമയമാണ്. അങ്ങനെ ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നീട് ഉദയകൃഷ്ണൻ സിബിയായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസർ അഡ്വാൻസ് വരെ കൊടുത്താണ്, അത് നടന്നില്ല. പിന്നീട് പലപ്പോഴും നടന്നില്ല. അത് എൻ്റെ ഉഴപ്പുകൊണ്ടാണ്, എൻ്റെ പരിശ്രമക്കുറവ് കൊണ്ടാണ്, അത് പിന്നെ വിധി അതാണെന്ന് വിചാരിക്കുക. അപ്പം മമ്മൂട്ടി ഒരുപാട് പുതിയ സംവിധായകരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യ പടം ഓഫർ ചെയ്തതിനു ശേഷം ഞാൻ വേറൊരു സിനിമ ചെയ്തിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു ഡയറക്ടറെ പ്രൊമോട്ട് ചെയ്യുക, ഞാൻ ലാൽ ജോസിനെ കൊണ്ടുവന്നു, അങ്ങനെ കൊണ്ടുവരാനാണ് തന്നോട് വേറെ പടം ചെയ്യരുത്, നമുക്കൊന്നും ചെയ്യാമെന്ന്. ഞാനത് നശിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. മമ്മൂട്ടി ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ സംവിധായകരെ കണ്ടെത്തി കൊണ്ടുവരിക, അതുപോലെ എടുക്കുന്ന കഥാപാത്രങ്ങൾ. അതെ, ഇപ്പൊ ഭ്രമയുഗം പോലെ ഒരു സിനിമ കണ്ട് ഞെട്ടിത്തെരിച്ചിരുന്നു പോയി ആ മനുഷ്യന്റെ അഭിനയം. ഇപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ, നെഗറ്റീവ് ക്യാരക്ടർ കാതൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ സിനിമ ചെയ്യാനായിട്ട് ഈ പ്രായത്തിലും ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നടൻ തയ്യാറാകുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പം ഏത് വെല്ലുവിളികൾ നേരിടാനും വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറായി നിന്ന മമ്മൂട്ടിയെ മലയാള സിനിമയ്ക്ക് മറക്കാൻ കഴിയും. പിന്നെ പ്രായം കൂടും, വാർദ്ധക്യം ബാധിക്കും. അതുമാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു 40 വർഷമായി ഒരു സ്വാദിഷ്ടമായ ഭക്ഷണം സ്വാദിഷ്ടമായി കഴിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ആ ഒരു വിശപ്പ് മാറുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു കൊതി തീരുന്നവരെ കഴിച്ചിട്ട് സ്വന്തം ശരീരമാണ് ടൂളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പോലും ആ രീതിയിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ, അതാണ് സിനിമയോടുള്ള ആ അഭിനിവേശം, ആ പാഷൻ. അതെ, ഞാൻ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്, സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ അത്തരം ആഗ്രഹങ്ങൾ, ഭക്ഷണത്തോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അമിതമായി ജീവിതത്തിലുള്ള ആഗ്രഹം, അത് വിട്ടിട്ട് ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം. ഒപ്പം സിനിമയിലെ പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യസ്തതയുള്ള ശരീര പ്രകൃതി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലും ശ്രമിച്ചുകൊണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ. ആ അധ്വാനത്തിന് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത ആളാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസം ഒന്ന് മാറ്റി എഴുതേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചു മമ്മൂട്ടിയുടെ ആരോഗ്യം തിരിച്ചു കിട്ടാനും മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് തിരിച്ചു വരാനും. ആ പ്രാർത്ഥന ഒപ്പം ചികിത്സയും ഫലം കണ്ടു എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു എന്നാണ് ഇപ്പോൾ ആൻഡ്രൂ ജോസഫും ജോർജും, അദ്ദേഹത്തിൻ്റെ സന്തോഷാചാരിയായ ജോർജും ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കട്ടെ, മമ്മൂട്ടി ആരോഗ്യവനായി സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെ ഇനിയും സന്തോഷിപ്പിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ജോസ് തോമസ് എന്ന പേര് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കും. കാലം കരുതി വെക്കുന്ന പോലെ പറയാതെ.